ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതൊരു സ്മോൾ ചിറ്റ് വീഡിയോ ആണ്. പ്ലസ് കുറച്ച് ടിപ്സ്, മെഡിറ്റേഷൻ ടിപ്സ് പറയുന്നുണ്ട്. അതല്ലാണ്ട് വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും സുഖമാണോ? എൻ്റെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ മഴക്കാലമാണ്, എല്ലായിടത്തും മഴക്കാലമാണ്, നാട്ടിലും മഴക്കാലമാണ്. ഇവിടുത്തെ ഒരു മഴക്കാലം എന്ന് പറഞ്ഞാൽ ഇപ്പം എപ്പോഴും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഭീകരമായ തണുപ്പ്, പകലും തണുപ്പ്, രാത്രിയിൽ അതിലേറെ തണുപ്പ്. നമ്മൾ നല്ല രീതിയിൽ ഒക്കെ കവർ ചെയ്ത് കിടന്നാലും തണുപ്പിൻ്റെ ഒരു അശക്യത ഉണ്ട് ഇവിടെ. ഞാൻ നമ്മുടെ നാളെ വീഡിയോയിൽ പറഞ്ഞ ബ്രാഹ്മിൻസിൻ്റെ ചുക്കാപ്പിയൊക്കെ ഇടയ്ക്ക് കുടിച്ച്, അതുപോലെ തന്നെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, മഴക്കാലത്തുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ വന്ന ചെറിയ ചെറിയ വ്യത്യാസം നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിലൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ കറുകപ്പട്ട ഇട്ട വെള്ളം കുടിച്ചപ്പോൾ നല്ലതായിട്ട് കുറച്ച് ബോഡി ഹീറ്റ് കയറുന്നതായിട്ടും അപ്പം എനിക്കൊരു ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് മാറിയതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അപ്പം ഞാൻ അത് പറയാമെന്ന് വിചാരിച്ചു. കറുകപ്പട്ട ഇപ്പോൾ ഒത്തിരി കോൾഡൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കറുകപ്പട്ട ഇട്ട്, ഞാനങ്ങനെ ആയുർവേദ ഡോക്ടർ ഒന്നും അല്ല, അല്ലെങ്കിൽ അവരിങ്ങനെ പറയുന്നത് കേട്ടിട്ടുമില്ല. പക്ഷേ എനിക്ക് നല്ലതായൊരു കാര്യം എനിക്ക് നല്ലതായൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കോൾഡൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുക. കറുകപ്പട്ട ഇട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കുക. കറുകപ്പട്ട എന്ന് പറയുമ്പോഴത്തേനും അതൊരു ബോഡി ഹീറ്റ് കൂട്ടുന്ന ഒരു സാധനമാണ്, അറിയാമല്ലോ. അപ്പം ഒത്തിരി എമൗണ്ട് ഒരു പിടിയൊന്നും ഇടരുത്, 2-3 ഒക്കെ പട്ടയുടെ സ്റ്റെം ഇടുക, ഇത്ര ഇടാവുള്ളൂ. ഞാനൊരു വലിയ കലത്തിൽ ഒരു 2-3 പട്ടയുടെ സ്റ്റെം ഇട്ടിട്ടുള്ളൂ. ഒരു മൈൽഡായിട്ടുള്ളൊരു ഫ്ലേവർ വരത്തുള്ളൂ. അത് കൂടുതലൊന്നും ഇടരുത്, ബോഡി ഹീറ്റ് ഒത്തിരി കൂടും. അപ്പം അങ്ങനെ ഒരു ടിപ്പുണ്ട്. വേറെ കുറേ ഹാക്സും കാര്യങ്ങളൊക്കെ അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇപ്പം നമ്മൾ ഈ വീഡിയോ കംപ്ലീറ്റ്ലി വേറൊരു പർപ്പസാണ്. അപ്പം ഞാൻ 21 ഡേയ്സ് ശ്രീ ഒരു യോഗ ചാലഞ്ച് ഉണ്ടായിരുന്നു, ഫ്രീ യോഗ ചാലഞ്ച് ആയിരുന്നു. അതിൽ ചേർന്നിരുന്നു. അപ്പോൾ അതിനകത്തൊരു 80-ന് മേലെ ആസനാസ് പഠിപ്പിച്ചിരുന്നു. കുറേ പുതിയ ബ്രീതിങ് ടെക്നിക്സ്, മെഡിറ്റേഷൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിക്കാൻ സാധിച്ചു. അതിനുശേഷം 1 വർഷത്തേക്കുള്ളൊരു ഇതിലേക്ക് ഞാൻ ചേരുകയും ചെയ്തു. അപ്പം ഡെയിലി ഇപ്പം ആ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സത്യം പറഞ്ഞാൽ കിടുവാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ദിവസം ചെയ്യാൻ പറ്റാണ്ടായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ സൺഡേ ഇല്ല ഞങ്ങൾക്ക്, അപ്പം സൺഡേ Q&A ഡേ ആണ്. അപ്പം സൺഡേ എന്ന് വെച്ചാൽ നമുക്ക് എന്തോ ഒരു നഷ്ടം സംഭവിച്ച പോലൊരു ഫീലാണ്, എന്തോ ഒരു അത്രയും ഒരു അഡിഷനായിട്ടുണ്ട്. അപ്പം ഓക്കെ. അപ്പം ഇതെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡുണ്ട്, എൻ്റെ അമ്മയുണ്ട്. അപ്പം എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും, ആ ചെയ്തോ, ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അല്ലെങ്കിൽ ഇന്ന ഒരു സാധനം ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഫീല്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു പുതിയൊരു ഹാബിറ്റോ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നമ്മൾ കുറച്ച് ലൈക്ക് മൈൻഡഡ് പീപ്പിളിനെ കൂടെ കൂട്ടുകയാണെങ്കിൽ അതൊരു ഡിഫറെൻ്റ് ആണ്. നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്താലും അവർ നമ്മളെ പുഷ് ചെയ്യും. ഇന്നെന്താ ചെയ്യാത്ത, അല്ലെങ്കിൽ എന്താ എങ്ങനെയാണെന്നുള്ളതൊക്കെ അവർ പുഷ് ചെയ്യും. പിന്നെ നമുക്ക് എന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, നമുക്ക് എന്താ ഫീൽ ചെയ്തേ, അങ്ങനെയൊക്കെ. അത് ഭയങ്കര ഒരു സൂപ്പറാണ്. അപ്പം ഞങ്ങൾ 3 പേരും ഡിസ്കസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഞാനും ഹസ്ബൻഡും ഡിസ്കസ് ചെയ്യാറുണ്ട്, ഞാനും അമ്മയും ഡിസ്കസ് ചെയ്യാറുണ്ട്, അന്ന് ചെയ്തതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത് തീർത്തൊരു ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നും അല്ല കേട്ടോ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ യോഗിക് ബ്രീത്തിങ് ആണ്. യോഗിക് ബ്രീത്തിങ് എന്ന് പറയുന്ന സംഭവമാണ്. അതിൻ്റെ എങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം ഹൗ യോഗിക് ബ്രീത്തിങ് വർക്ക്സ്, ഈ ഒരു ടോപ്പിക്കാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കറിയാലോ, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്. അപ്പം സിമ്പത്തറ്റിക്, നമ്മൾ ഈ യോഗ ചെയ്യുമ്പോൾ, യോഗിക് ബ്രീത്തിങ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതായത് ഡീപ്പ് ബ്രീത്തിങ് ആണ്. നമ്മൾ നമ്മുടെ അബ്ഡോമൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്.
അപ്പം അത് നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് ആണ്. ഒരു സേയിങ് ഇല്ലേ, അതായത് നമ്മുടെ ക്വാളിറ്റി ഓഫ് അവർ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രീത്തിങ്ങിനെ ആശ്രയിച്ചായിരിക്കുന്നതെന്ന്. അത് 100% ട്രൂ ആണ് കേട്ടോ. ഞാൻ പറയാം, നിങ്ങളൊന്ന് ഇങ്ങനെ ബ്രീത്ത് ചെയ്ത് നോക്കുക. ബ്രീത്ത് ചെയ്യുമ്പോഴത്തേനും എവിടെയാണ്, ചെസ്റ്റാണോ വയറാണോ പോകുന്നത് നോക്കാം. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ ഏറ്റവും കൂടുതൽ എങ്ങനെയാണ്. മിക്ക ആൾക്കാരും ഈ ചെസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ പോകുന്നത്. ഒന്ന് കിടന്നിട്ട്, എനിക്കിപ്പം ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പറ്റൂല, കിടന്നിട്ട് നമ്മളിങ്ങനെ അകത്തോട്ട് എയർ ഇൻടേക്ക് ചെയ്യുമ്പം വായു ഇവിടെയാണോ പോകുന്നത് നോക്കാം. മിക്കവാറും ഇവിടെ ആയിരിക്കും. യോഗിക് ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ അബ്ഡോമിനൽ ബ്രീത്തിങ് ആണ്. അപ്പം നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുക, അത് വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ യോഗിക് ബ്രീത്തിങ്ങിൻ്റെ സമയത്ത് ഇപ്പം തന്നെ നമ്മളിപ്പം ഒരു ടെൻഷൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എക്സാമിൻ്റെ ഒക്കെ മുന്നേ എല്ലാവരും പറയത്തില്ലേ 3-4 ഡീപ്പായിട്ട് ബ്രീത്ത് എടുത്തിട്ട് കയറണം. അത് എക്സാമിന് മുമ്പേ മാത്രമല്ലടാ, നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. ഡീപ്പ് ബ്രീത്തിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ് ഡീപ്പ് ബ്രീത്തിങ് വഴി ആക്ടിവേറ്റ് ആവുന്നത്. അപ്പോൾ അതുവഴി നമുക്കൊരു കാം ആൻഡ് കമ്പോസ്ഡ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡാണ് കിട്ടുന്നത്. മനസ്സിലായോ? പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഈ ചെസ്റ്റ് ബ്രീത്തിങ്, ക്വിക്ക് ബ്രീത്തിങ്ങിൻ്റെ സമയത്ത് നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ അതുപോലെ ഇമോഷൻസ് ഒക്കെ പെട്ടെന്ന് വരിക, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ല ചിലപ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, സങ്കടം കൺട്രോൾ, അതിൻ്റെ എല്ലാം മെയിൻ പ്രശ്നം നമ്മുടെ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ്. അപ്പം അതിനെ ഒന്ന് പതിയെ ഇതിലോട്ടൊന്ന് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് യോഗിക് ബ്രീത്തിങ് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ യോഗിക് ബ്രീത്തിങ്ങും യോഗയെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ മൈൻഡ് കാമാണ്, മൈൻഡ് സ്റ്റില്ലാന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് അതിതാണ്. എന്താണ്, നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ് അവിടെ ആക്ടിവേറ്റ് ചെയ്തത്. അതായത് നമ്മൾ അവിടെ ഒരു ആ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡിൽ നിന്ന് മാറി ഒരു അതിൽ നിന്ന് റിലീവ് ചെയ്ത് ബോഡിയുടെ മെക്കാനിസമാണ് ഈ പാരാസിമ്പത്തറ്റിക്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിലോട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ യോഗ നമുക്ക് അതാണ് തരുന്നത്. പക്ഷെ അത് നമുക്ക് വെറുതെ കിട്ടൂല. നമ്മൾ ആ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, യോഗിക് ബ്രീത്തിങ് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിനൊരു പ്രാക്ടീസ് നമ്മൾ ചെയ്യുക സ്ഥിരമായിട്ട്. അപ്പം എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് ഞാൻ അടുത്ത ഒരു ടോപ്പിക്ക് ഞാൻ വരുന്നത് മെഡിറ്റേഷനാണ്. അപ്പം ഈ മെഡിറ്റേഷൻ്റെ സമയത്ത് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സിസ്റ്റം വെക്കുക. യോഗ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത ശേഷം, ബ്രീത്തിങ് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത ശേഷം മെഡിറ്റേഷനിലോട്ട് നിങ്ങൾ പോയി നോക്കൂ. നിങ്ങൾക്ക് മെഡിറ്റേഷൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതിന് കാരണം യോഗ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ബോഡിയെല്ലാം എക്സസ് എനർജിയൊക്കെ ഒന്ന് ഡ്രെയിനായി പോയി ബോഡീനെ കാമാക്കി അതിനുശേഷം നമ്മൾ ബ്രീത്തിങ് എടുത്ത് നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുക. നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ അതിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ മൈൻഡ് വി ആർ റെഡി, മെഡിറ്റേഷൻ നമ്മൾ റെഡി ആവും. മനസ്സിലായോ? ആ ഒരു സിസ്റ്റം നിങ്ങൾ നോക്കുക. മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർ ഈ പറഞ്ഞ പോലെ ഒരു സിസ്റ്റം ഒന്ന് ഡെവലപ്പ് ചെയ്യുക. അതായത് നമ്മൾ യോഗ ചെയ്ത് ആദ്യം ബോഡീനെ ഒന്ന് എക്സസ് എനർജിയൊക്കെ ഒന്ന് കളഞ്ഞ് ബോഡീനെ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ബ്രീത്തിങ് ചെയ്ത് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്ത ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ ഇരുന്ന് നോക്കൂ. എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയാം, നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അത് വളരെ സിമ്പിളായിട്ട് നടക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ വെച്ചാൽ എപ്പോഴും ഇങ്ങനെ കിടക്കിടാന്ന് നിൽക്കുന്ന ആളാണ്. ഒരിടത്ത് സ്റ്റില്ലെന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് തീരെ പറ്റാത്ത അങ്ങനത്തെ നേച്ചറുള്ള ഒരാളാണ്. അപ്പം ഞാനിപ്പോൾ സുഖമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവർക്കും സുഖമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാം. അതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ടൈം ഫിക്സ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾ എന്ത് ലോകം ഇടിഞ്ഞു വീണാലും നിങ്ങളത് ചെയ്യുക. ഞാൻ അങ്ങനെയാണ്. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാലും ഞാൻ അത് സ്റ്റിക്ക് ചെയ്ത് വെക്കും. അതെൻ്റെ കുറച്ച് റിജിഡായിട്ടുള്ളൊരു സാധനമാണെങ്കിലും ഞാൻ അങ്ങനെയാണ്. ഞാൻ ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ലോകം ഇടിഞ്ഞു വീണാലും ഞാനത് ചെയ്തിരിക്കും. നമ്മളെ മറ്റേ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് പോസിറ്റിവിറ്റി ജേർണൽ ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ എത്ര ദിവസങ്ങൾ ആ ചാലഞ്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് എൻ്റെ ആ ഒരു നേച്ചർ ഉള്ളതുകൊണ്ടാണ്
അത് എല്ലാവർക്കും പറ്റും. നമ്മളൊന്ന് ഫിക്സ് ചെയ്യുക, പിന്നെ ഒരു ടൈം നമ്മൾ ഇതാണ് ചെയ്യുന്നതെന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം സെലക്ട് ചെയ്യാം. വെളിയിലത്തെ നോയ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സമയം ദിവസവും നമ്മൾ അതിനു വേണ്ടി ഫിക്സ് ചെയ്യുക. പിന്നെ അതിനുവേണ്ടി ഒരു സ്ഥലം ഫിക്സ് ചെയ്യുക. അതായത് അവിടെ മാറ്റും കാര്യങ്ങളൊക്കെ, വിളക്കോ മാറ്റോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ ഒരു വൈബ് തരുന്ന ആ ഒരു സ്ഥലം അതിന് ഫിക്സ് ചെയ്യുക. അപ്പോൾ ആ സ്ഥലത്ത് ആ സമയത്ത് കണ്ണടച്ചിരുന്ന് കഴിയുമ്പോഴത്തേനും ബൈ പ്രാക്ടീസ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് തീർച്ചയായിട്ടും എത്തും. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞാൽ യോഗ മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആ ഒരു വെരി ഗുഡ് ഫീലിംഗ് തരുന്നതിന് ഞാൻ കണ്ടുപിടിച്ച ഒന്നാമത്തെ റീസൺ അത് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ആക്ടിവേഷനോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലോട്ട് മാറുകയാണ്. ആ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡിൽ നിന്ന് മാറി നമ്മൾ റിലാക്സ്ഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് നമുക്കത് അത്രയും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു, അതായത് ത്രൂ ഔട്ട് ദ ഡേ നമ്മളെ കാമായിട്ട് വെക്കാനായിട്ടും എന്നാൽ എനർജറ്റിക് ആയിട്ട് ബോഡി വൈസ് എനർജറ്റിക് ആയിട്ട് നിർത്താനായിട്ടും ഈ യോഗയ്ക്ക് പറ്റും. ആ ഒരു സ്റ്റിൽനെസ്, ആ ഒരു ഫോക്കസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് ഭയങ്കര പവറാണ്. അപ്പം എല്ലാവരും ഇതേപോലെ യോഗയിലും മെഡിറ്റേഷനിലും ഒക്കെ ഒന്ന് ഒരു കുറച്ച് സമയം കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് ഇപ്പം ക്യുക്ക് ഇങ്ങനെ ഒരു നിമിഷത്തിൽ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരണമെന്നില്ല ചിലർക്കൊന്നും. അപ്പം അത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളത് ഒരു മാസം 2 മാസം ചെയ്ത ശേഷം നിങ്ങൾ പറയാം, നമ്മൾ വിചാരിക്കാത്ത മാറ്റങ്ങളായിരിക്കും നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് വരുന്നത്. അതായത് നമുക്ക് സൊല്യൂഷൻ ഇല്ലാന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന പലതിനും നമ്മുടെ ഫിസിക്കലി ആയിക്കോട്ടെ, മെൻ്റലി ആയിക്കോട്ടെ, സ്പിരിച്വലി ആയിക്കോട്ടെ, നമ്മളെ വളരെയധികം ട്രാൻസ്ഫോം ചെയ്യാനായിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് സാധനമാണ് ഈ യോഗ മെഡിറ്റേഷൻ. പക്ഷെ അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ അത് മുറുകെ പിടിക്കുന്നു, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നു. പക്ഷെ അങ്ങനെ ചെയ്ത ഒരു 2 മാസം കഴിയുമ്പോൾ, 2 മാസം എന്നല്ല ശരിക്കും പറയാം, ഞാൻ പറയാൻ 21 days ആണ്. പക്ഷെ 21 days കഴിഞ്ഞാലും അത് എഫോർട്ട്ലെസ്ലി വരത്തില്ല. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് വരണമെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മളൊരു 90 days കൊടുക്കാം. 90 days ഒരു കാര്യം, ഞാൻ ഇപ്പോൾ 2 മാസം എന്നല്ല 3 മാസം നിങ്ങളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. അതിനുശേഷം ഉണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അത് വിടത്തില്ല. എനിക്കും അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ആ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് പോസിറ്റിവിറ്റി ജേണലിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മുടങ്ങാതെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ഒരു 3 മാസം ചെയ്ത് കഴിഞ്ഞ് ഇങ്ങ് പൂനെയിൽ വന്നു കഴിഞ്ഞപ്പോഴും എനിക്കിതില്ലാണ്ട് പറ്റില്ല എന്നായി, മനസ്സിലായോ? അപ്പം ഇത് സാധാരണ ഇപ്പോൾ ഒരു കാപ്പി, ചായ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലുള്ള മൊബൈൽ ഫോൺ ആ ഒരു രീതിയിലുള്ള ഒരു അഡിക്ഷൻ അല്ല. ഇപ്പോൾ ഈ യോഗ മെഡിറ്റേഷനൊക്കെ അഡിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നല്ലതാണ്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഏറ്റവും ഒരു ക്ലെൻസിങ് ആയിക്കോട്ടെ, ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ തന്നെയാണ്. അതിനൊരു സംശയമില്ലാത്ത കാര്യമാണ്. സോ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾ, ഇപ്പം ഞാൻ മയൂർ കാർത്തിക് എന്ന് പറയുന്ന സാറിൻ്റെ ഒരു കീഴിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൺലൈനായിട്ട്. സാറ് വളരെ പക്കായിട്ട് ശരിയാണ്, ഞാനൊരു +2 ഒക്കെ +1 +2 ഒക്കെ ഞാൻ പ്രാണായാമം ചെയ്യുന്നുണ്ടായിരുന്നു, മെഡിറ്റേഷൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത്രയ്ക്ക് വലിയ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെയാണെന്നുള്ളതൊന്നും. ഇപ്പോൾ കുറച്ചൊരു ഐഡിയ ഒക്കെ ഇപ്പം എനിക്ക് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അന്ധകാലത്തിൽ അന്നൊക്കെ എന്ന് വെച്ചാൽ എനിക്കൊരു എനർജിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആ ഒരു ബ്രീത്തിങ് പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് കോളേജിൽ പഠിച്ച സമയത്ത് യൂട്യൂബിൽ കണ്ട് റേക്കി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അവിടുത്തെ ഒരു ഫാമിലി ഡോക്ടർ, നമ്മുടെ ഡോക്ടർ, അദ്ദേഹം പറഞ്ഞു ഇതുപോലെ സ്വന്തമായിട്ട് നമ്മൾ റേക്കിയൊന്നും അങ്ങനെ പഠിച്ച് ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ കീഴിലല്ലാതെ ചെയ്യാത്തതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ കാരണം ഞാൻ ആ റേക്കിയുടെ സാധനം അങ്ങ് നിർത്തി വീണ്ടും ഞാൻ ഇതുപോലെ പ്രാണായാമത്തിലോട്ട് വന്നു. പക്ഷെ എന്നാലും ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ എവിടെയൊക്കെയോ ബ്രേക്കുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എടുത്താൽ എന്താ പറയുക, വളരെ പവർഫുള്ളായിട്ട് എനിക്ക് ഇത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പറയാൻ പറ്റുന്നത്. എന്തൊക്കെ തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷനാണ് ഈ ഒരു സാധനം ഞങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നെന്നുള്ളത് ഞാൻ അതിൻ്റെ ഒരു ഭയങ്കര ഒരു എവിഡൻ്റ് ആയിട്ടുള്ളൊരു പ്രൂഫാണ്. അപ്പോൾ അത്രയും ഒരു ഇത് വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പറയുന്നത്. സോ
ഞാനപ്പോൾ പറഞ്ഞു വന്നത് മയൂർ കാർത്തിക് സാറിൻ്റെ കീഴിൽ ഓൺലൈനായിട്ടാണ്. സാറ് വളരെ കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് തരുന്നത്. അപ്പം ഡെയിലി ഇങ്ങനെ ഓരോ ഇതാണ് കേട്ടോ, ഓരോ തീം ബേസ്ഡ് ആണ്. സ്ട്രെങ്ത് ആയിരിക്കാം, ചില ദിവസം സ്ട്രെങ്ത്, ചില ദിവസം സ്റ്റാമിന, ചില ദിവസം സ്പെസിഫിക് ആയിട്ട് ആമിന്, ചില ദിവസം ലെഗിന്. പിന്നെ റിലാക്സ് ആൻഡ് റിജുവിനേഷനും ഒരു ഡേ ഉണ്ട്. സാറ്റർഡേ ആണ് മിക്കവാറും റിലാക്സ് ആൻഡ് റിജുവിനേഷൻ ഡേ ഉള്ളത്. അപ്പം എൻ്റെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റിയൊക്കെ അന്യായമായിട്ട് വളർന്നിട്ടുണ്ട്, സ്ട്രെങ്തും അന്യായമായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വരും കേട്ടോ. തുടക്കത്തിൽ സാറ് ചെയ്യുന്നതിൻ്റെ പലതും ഇതൊക്കെ എങ്ങനെയാണെന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന സാധനമൊക്കെ ഇപ്പോൾ പുല്ല് പോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, വിച്ച് ഇസ് സോ ഗുഡ്. സോ ഞാൻ പറഞ്ഞ പോലെ ഇത് ഒന്നും ഒരു ഇതും പ്രതീക്ഷിക്കാതെ ഒരു 3 മാസം നിങ്ങളിതൊരു 90 ദിവസം നിങ്ങളിത് ഒക്കെ ഒന്ന് ചെയ്തു നോക്കുക. യോഗ ആസനങ്ങളും അത് കഴിഞ്ഞിട്ട് കൺസിക്യൂട്ടീവായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് ബ്രീത്തിങ്, കുറച്ച് ബ്രീത്തിങ്ങും അതുപോലെ തന്നെ മെഡിറ്റേഷനും എല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ലൈഫ് മാറിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയാം, ഞാൻ ഗ്യാരണ്ടിയാണ് ലൈഫ് മാറുമിടാ. പക്ഷെ എല്ലാവർക്കും ഒരേ രീതിയിൽ അല്ലായിരിക്കും മാറ്റം വരുന്നത്. പക്ഷെ ഓരോരുത്തർക്കും ലാക്കിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ, പ്രയോറിറ്റി എല്ലാം ഡിഫറെൻ്റ് ആണല്ലോ. അതനുസരിച്ചായിരിക്കും ഓരോരുത്തർക്കും ചേഞ്ചസ് വരുന്നത്. പിന്നെ അതുപോലെ എത്രത്തോളം നിങ്ങൾ അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്നതും വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ചേഞ്ചസ് വരുന്നത്. അപ്പം നമുക്കത് കമ്പയർ ചെയ്ത് പറയാൻ പറ്റില്ല. ഒരാൾക്ക് ഇന്നതൊക്കെ വന്നു, മറ്റൊരാൾക്ക് ഇന്നത്. ഇപ്പം ഞാൻ ഇഷയോഗ ഉണ്ട്, നമ്മുടെ സദ്ഗുരുവിൻ്റെ ഇഷയോഗ ചെയ്ത സമയത്ത് ആൾക്കാരെല്ലാം എൻ്റെ അടുത്ത് അവർക്ക് അത് കിട്ടി ഇത് കിട്ടി എന്നൊക്കെ പറയുമ്പം ഞാൻ വണ്ടർ ചെയ്യുന്നു, എനിക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ലല്ലോ ദൈവമേ. എനിക്കൊരു കുറച്ചൊരു സമാധാനം പോലെ കിട്ടുന്ന പോലെ, ഒരു ശാന്തമായ പോലെ തോന്നുന്നില്ല, അത് എനിക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ലല്ലോ എന്നങ്ങ് വിഷമമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ശ്രീ യോഗയാണ്. ഞാൻ ഇതൊന്നും പ്രൊമോട്ട് ചെയ്യല്ല കേട്ടോ. ഇതെല്ലാം ശരിയാണ്, ഇതെല്ലാം ഒന്നിലേക്കാണ് പോകുന്നത്. അതിന് പ്രത്യേക പേര് അതിലൊന്നും കാര്യമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ഇതിൽ യോഗയും ബ്രീത്തിങ്ങും മെഡിറ്റേഷനും ഒക്കെ ചെയ്യണം എന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു പ്രൊമോഷനായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക ചെയ്യുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ശ്രീ യോഗയാണ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചും കൂടെ വിഗറസും റിജിഡുമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ ഒന്ന് പഠിക്കുകയാണ്. മറ്റേ ഞാൻ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, മറ്റേ ശാംഭവി മഹാമുദ്രയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ സെയിം സെറ്റ് ഓഫ് സാധനങ്ങളാണ് എന്നും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ബോർഡർ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ പുതിയ കാര്യങ്ങൾ കുറേ പഠിക്കുന്നുണ്ട്. ചിലത് റിപ്പീറ്റ് ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട്. എന്നാലും പുതിയതായിട്ട് നമ്മൾ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിലൊരു ഇത് വരും. അപ്പോൾ അതുകൊണ്ടും കൂടി കൊണ്ടായിരിക്കാം ഇത് നമുക്കൊന്ന് എനിക്കിങ്ങനെ ചേഞ്ച് ഒരേ സാധനത്തിൽ കൂടി ഇങ്ങനെ പോകുന്നേക്കാളും ചെറിയ സാധനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഇതിലോട്ട് കയറിയ പിന്നെ എനിക്ക് വല്ലാത്തൊരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് വരുന്നുണ്ട്. സോ അത് ഡിപ്പെൻസ് ആണ് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പ്രയോറിറ്റി, നിങ്ങളുടെ കൺസിസ്റ്റൻസി, നിങ്ങളുടെ ഡ്രീംസ്, അങ്ങനെ പല കാര്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കും നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്. പക്ഷെ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ വന്നിരിക്കും. അതിന് ചിലപ്പോൾ ടൈം എടുക്കാമായിരിക്കും. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെയാണ് ഇതിലേക്ക് കയറുന്നതെങ്കിൽ നമ്മൾ സമയം കൊടുക്കണം. എന്നാലും 90 ദിവസം കൊണ്ട് ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നിരിക്കും കേട്ടോ. ഇത് സയൻസാണ്, യോഗ എന്ന് പറയുന്നത് സയൻസാണ്. സോ ഈവൻ എൻ്റെ ജിം മാസ്റ്ററിനെ ഞാൻ ഈയിടെ കണ്ടായിരുന്നു. ഞാനിവിടെ ഇടയ്ക്ക് വന്നിട്ട് ജിം ഇൻസ്ട്രക്ടറുടെ കീഴിലൊക്കെ കുറച്ച് ജിമ്മൊക്കെ ചെയ്തായിരുന്നു. പിന്നെ പതിയെ ഇങ്ങനെ മാറി ഞാൻ യോഗയിലോട്ട് വന്നു. അപ്പോൾ സാറ് ചോദിച്ചു എന്താ കണ്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ യോഗയുടെ ബാധയിലാണെന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു വെരി ഗുഡ് എന്ന് സാറ് പറഞ്ഞു. കാരണം ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന യോഗയിൽ ഈവൻ ജിമ്മിൽ ചെയ്യുന്ന പല കാര്യങ്ങൾ, വെയ്റ്റിൻ്റെ കാര്യങ്ങൾ, സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ ഉണ്ട് ഓൾറെഡി. സ്റ്റാമിന എല്ലാം ഉള്ള ഒരു സാധനമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം സാറ് പറഞ്ഞു എന്തെങ്കിലും ചെയ്താൽ മതി, യോഗയാണെങ്കിലും ഗുഡ്, അത് ചെയ്യാന്നുള്ള രീതിയിൽ സാറ് ഇങ്ങനെ പറഞ്ഞു. സോ എനിക്ക് പറയാനുള്ള പോയിന്റ്സ് എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് കരുതുന്നത്. സോ നമുക്കിത് ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാകാമെന്ന് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാം. അപ്പം
നിങ്ങളുടെ പ്രാക്ടീസൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കട്ടെ. യോഗയും മെഡിറ്റേഷനും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ. അത്രേ ഉള്ളൂ. പീസ്.